ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാ അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തംബ്നെയിൽ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണെന്നുള്ളത് വയ്യ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ തലേന്ന് എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണല്ലോ. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ ഞാൻ എക്സാം എഴുതി കോളേജിൽ പോയിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എൻ്റെ വീഡിയോസ് ഡെയിലി കണ്ടുകൊണ്ട് വരുന്നവർക്കറിയാം, വീട്ടുജോലി ചെയ്യുന്നതോട് കൂടിയിട്ട് പല കോഴ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഠിത്തവും കുട്ടികളെ നോക്കലും ഹസ്ബൻഡിനെ നോക്കലും വീട്ടുകാര്യങ്ങൾ നോക്കലും എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നതെന്നുള്ളത് എൻ്റെ പല വീഡിയോയിലും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഡിഗ്രി കരസ്ഥമാക്കുക എന്നുള്ളത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ, എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം 6th സെമ്മും പാസ്സായി, പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ ഗ്രേഡ് കാർഡും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാം എഴുതിയ സെൻറ്ററിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എനിക്കിത് കഴിയുമോ എന്നൊക്കെ ഞാൻ സംശയിച്ച് നിന്നിരുന്ന ഒരു 4 വർഷം മുന്നെയാണ്, അല്ലെങ്കിൽ ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എന്നെക്കൊണ്ട് പറ്റൂല, എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച സംഭവം വീണ്ടും എനിക്ക് പറ്റും, അല്ലെങ്കിൽ എനിക്കിത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് തീർത്തപ്പോൾ എനിക്ക് എന്താ പറയുക, ആ ഒരു സക്സസ് കാണുമ്പം സത്യം പറഞ്ഞാൽ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അന്ന് ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി ചെയ്യാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ഇതൊന്നും നേടാൻ കഴിയില്ല. അന്ന് ഞാൻ തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു ഡിഗ്രി എന്നുള്ള ഒരു സ്വപ്നം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും എനിക്കില്ല കേട്ടോ. പഠിക്കാനുള്ള സാഹചര്യം ഞാൻ തന്നെയാണ് ഒരുക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട്. എന്നാലും അതെല്ലാം തരണം ചെയ്തിട്ട് ഡിഗ്രി ഒരു ഗ്രാജുവേറ്റ് ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പലതും നേടാൻ കഴിയും. പക്ഷെ നമ്മൾ ശ്രമിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കഴിയാതെ അവിടെ തന്നെ നമ്മൾ വേരുറച്ച് പോകുന്നത്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് വെക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ പറക്കാൻ തുടങ്ങുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതും ആരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ സക്സസ് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സക്സസ്സിന് കൂടെ ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാക്കിയിട്ട് മനസ്സിലാവുന്നത് ഇതുപോലത്തെ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഡിഗ്രി ചെയ്യാൻ തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കിത് കഴിയൂല, ഞാൻ നിർത്തിപ്പോവാണെന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാനിത് നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇത് ആലോചിച്ച് ഞാൻ റിഗ്രറ്റ് അടിക്കേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോവാൻ. തോറ്റാൽ തോൽക്കട്ടെ, തോറ്റെങ്ങാണ്ടാണല്ലോ നമ്മൾ ജയിക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മനസ്സിൽ അത്ര ആഗ്രഹിച്ചൊരു സംഭവമാണ് നേടിയെടുത്തത്. ഇതേപോലെ വേറെയും 2-3 കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ആഗ്രഹിക്കാനേ നമുക്ക് പറ്റും, അതേപോലെ പലതും സ്വപ്നം കാണാൻ പറ്റും. പക്ഷേ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ എന്താ പറയുക, ഊഹിക്കാവുന്നതിനപ്പുറമുള്ള ഒരു സന്തോഷമായിരിക്കും. അപ്പം ആരെങ്കിലും വീട്ടിലിരുന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റണില്ല, എന്നെക്കൊണ്ടത് കഴിയൂല, എനിക്കത് സാധിക്കൂല എന്നൊക്കെ വിചാരിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ശ്രമിക്കുക. വിജയം തോൽവിയും ഒക്കെ ഉണ്ടാവും, പക്ഷെ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. നമുക്ക് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണ് ഞാൻ. അപ്പം മാക്സിമം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഒരു കോഴ്സ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴും അതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയും ഉണ്ടാവില്ല, ഒരു അറിവും ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്കതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നതും ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്കതിനെ പറ്റിയിട്ടൊന്നും തീരെ അറിയില്ലല്ലോ, ഞാൻ എന്തിനാ അപ്പോൾ അതിലേക്ക് പോകണമെന്നുള്ള ചിന്തിക്കണ്ട. അത് നമ്മൾ പോകെ പോകെ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്തൊരു കാര്യം, ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും അത് നമ്മൾ കുറച്ച് കഴിയുമ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതുമായിട്ട് നമ്മൾ നല്ല പോലെ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു കാര്യത്തിലും നിങ്ങളാരും ടെൻഷൻ ആവണ്ട. ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കുക, നമുക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കുക. അതിന് പല സാഹചര്യങ്ങളും നമുക്ക് എതിരെ വരാം, പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്യാനും മനക്കരുത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും ശ്രമിക്കുക.
പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും നേരിട്ടിട്ട് അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പം നല്ലതുപോലെ ആഗ്രഹിച്ചത് സാധിക്കാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. തലേന്ന് ഞാൻ വീട്ടിൽ പോയതാണ്. തിരിച്ച് ഞാൻ ഗ്രേഡ് കാർഡൊക്കെ വാങ്ങിയിട്ട് നേരെ വന്നത് ഞങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറുണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം പഴം വാട്ടിയെടുത്ത് അതിന് കൂടെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. പിന്നെയാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് നിന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഇതാ കക്കരിക്ക ജ്യൂസും വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ റൈസ് കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ മത്തൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രിഡ്ജിൽ നേരത്തെ കട്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ മത്തനിലേക്ക് 2 പച്ചമുളകും കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മത്തന് കറിയും അതുപോലെ ബീഫ് നമ്മൾ ഫ്രൈ ആക്കുമല്ലോ അതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ട്രൈ ആക്കാമെന്നുള്ളത്. അങ്ങനെ ഇതാ ബീഫ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നീളങ്ങനെ കട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ബീഫ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണേ. ബീഫ് നല്ലപോലെ വേവിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ എന്താ പറയുക എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പം നമ്മളെ കയ്യിൽ കുറച്ച് സുർക്കയിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിടണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ഇത് ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. എൻ്റെ വീഡിയോ ഞാൻ പഠിക്കുന്ന ആ ഒരു ടൈമിൽ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, പഠനത്തെക്കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് പഠിക്കണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് പഠിക്കുക, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. ഫസ്റ്റിൽ നമുക്കൊരു ടഫ് ഉണ്ടാവും, പിന്നെ അതുമായിട്ട് നമ്മൾ നല്ല പോലെ എന്താ പറയുക ആ ഒരു രീതിയിൽ ഇങ്ങനെ പോരുമ്പോൾ അത് നമ്മൾ എന്തായാലും പഠിച്ചെടുക്കും എന്നുള്ള ഉറപ്പാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമൊക്കെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണെങ്കിൽ പഠിക്കാനും ടൈം കിട്ടും, നന്നായിട്ട് ഉറങ്ങാനും നല്ല ജോലികളൊക്കെ ചെയ്യാനും പറ്റും കേട്ടോ. അതിനിതാ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മത്തനൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ. ഇടയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബീഫ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എണ്ണ നല്ല പോലെ ചൂടായപ്പോൾ അതിലേക്ക് ഇതാ ഓരോന്നായിട്ട് കുറച്ച് എണ്ണ മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊരു കുറച്ച് നേരം ഒന്ന് നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് ചീന്തിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ബീഫിൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഇതാ ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു ബീഫ് ഫ്രൈയും കൂടെ ഇതാ മത്തൻ കറിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും മോട്ടിവേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കേണ്ടി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.